ക്ഷേത്രങ്ങളും മോസ്കുകളും മനുഷ്യന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയുടെ നെയ്ത്തിരി നാളങ്ങളാണ് നമുക്ക് നൽകുന്നത്. അത്തരത്തിലേറെ പ്രശസ്തമായ ദൈവാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ഒരുക്കുന്ന ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ചരിത്രമുറങ്ങുന്ന കുടമാളൂർ സെൻറ്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രം 900 വർഷ ജൂബിലിയുടെ നിറവിലാണ്. 1125 ചെമ്പകശ്ശേരി മഹാരാജാവിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. വിശുദ്ധ ദിനങ്ങളിലും അതേപോലെ പെരുന്നാൾ ദിനങ്ങളിലുമൊക്കെ മുത്തിയമ്മയുടെ അനുഗ്രഹം നേടി അനേകായിരം ആളുകളാണ് ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നത്. 900 വർഷ ജൂബിലി ആഘോഷത്തിൻ്റെയും പ്രഥമ ആർച്ച് പ്രീസ്റ്റായി ഇവിടെ സേവനം അനുഷ്ഠിച്ച റവറൻ ഡോക്ടർ മാണി പുതിയിടം അച്ഛൻ്റെയും യാത്രാ മംഗളങ്ങൾ, അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ ആഘോഷ പരിപാടികളെല്ലാം ഇവിടെ സമർപ്പിക്കുന്നത് കുടമാളൂർ ഇടവകയിലെ പ്രിയപ്പെട്ട അംഗങ്ങളാണ്. ഏവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. കുടമാളൂർ സെൻറ്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന പള്ളി അതിൻ്റെ 900ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. വളരെ അഭിമാനകരമായ 9 നൂറ്റാണ്ടിൻ്റെ ചരിത്രം. അതിനേക്കാളും പുരാതനമായ ഒരു ചരിത്രം തീർച്ചയായും കുടമാളൂർ ഇടവകയ്ക്കുണ്ടായിരിക്കും എന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. ഈ 900 വർഷത്തിലെ ദീർഘമായ ചരിത്രത്തിൽ സുശക്തമായ ഒരു സുറിയാനി കത്തോലിക്ക സമുദായമായി നിലനിന്ന് സഭയ്ക്കും സമൂഹത്തിനും നൽകിയ എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. ഓരോ ദിവസവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ബലിവേദിക്ക് ചുറ്റും ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയായിട്ട് നമുക്ക് മാറാം. നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ 900 വർഷത്തിൻ്റെ ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. എൻ്റെ പേര് തോമസ് എബ്രഹാം. ഞാൻ ഓക്സിക്യൂർ പോളിക്ലിനിക്കിൻ്റെ ഡയറക്ടറാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം പ്രമോദ് ഫിലിപ്പ്, ഇദ്ദേഹവും ഓക്സിക്യൂർ പോളിക്ലിനിക്കിൻ്റെ ഡയറക്ടേഴ്സാണ്. ഞങ്ങളൊരു 6 പേര് കൂടിയാണ് ഈ പ്രസ്ഥാനം നടത്തുന്നത്. അപ്പം എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും പേരിൽ കുടമാളൂർ സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ 900 വർഷ ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാവിധ ഭാഗങ്ങളും എൻ്റെ പേരിലും ഓക്സിക്യൂർ പോളിക്ലിനിക്കിൻ്റെ പേരിലും ആശംസിക്കുന്നു. ഒപ്പം മാണിയച്ഛന് എല്ലാവിധ യാത്രാ മംഗളങ്ങളും നേരുന്നു. തലമുറകളായി പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കുമുള്ള ശ്രേഷ്ഠമായ ദൈവവിളികളാൽ അനുഗ്രഹിക്കപ്പെട്ട പുതിയെടുത്ത കുടുംബത്തിൽ പങ്ങട എന്ന ഗ്രാമീണ അന്തരീക്ഷത്തിൽ 1949 മെയ് മാസം 16-ാം തീയതി മത്തായിയുടെയും ഏലിയാമ്മയുടെയും മകനായി നമ്മുടെ മാണിയച്ഛൻ ജനിച്ചു. സ്നാപക യോഹന്നാൻ എന്ന പുണ്യപുരുഷൻ്റെ മാതാപിതാക്കളായ സക്കറിയായെയും എലിസബത്തിനെയും പോലെ നീതിനിഷ്ഠരും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ചവരുമായ മാണിയച്ഛൻ്റെ മാതാപിതാക്കളുടെ നിരന്തരമായ ഭക്തി സാന്ദ്രത അച്ഛനെ ഒരു ദൈവിക മകനായി വളർത്തി. കോട്ടയം CMS കോളേജിലെ പഠനത്തിനു ശേഷം
ചങ്ങനാശ്ശേരി പാറയിൽ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം തുടങ്ങി. 1974 ഡിസംബർ 21 തീയതി അഭിവന്ദ്യ പടിയറ പിതാവ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അച്ഛനെ അഭിഷേകം ചെയ്തു. ദേവദത്തമായ കഴിവുകളും സിദ്ധികളും ദൈവിക ജനത്തിൻ്റെ നന്മയ്ക്കായി 100% ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ വിശ്രമമില്ലാതെ ശുശ്രൂഷ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു വൈദികനാണ് നമ്മുടെ മാണിയച്ചൻ. മാണിയച്ചൻ്റെ വൈദിക ശുശ്രൂഷാ ദൗത്യം ആരംഭിക്കുന്നത് അതിരമ്പുഴ സെൻറ് മേരീസ് ഫൊറോന ചർച്ചിലാണ്. തുടർന്ന് അദ്ദേഹം KCSL മിഷൻ ലീഗ്, യുവദീപ്തി, വൊക്കേഷൻ ഡയറക്ടർ എന്നീ വിവിധ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. 900 വർഷത്തെ ജൂബിലി, മഹത്തായ ജൂബിലി ആഘോഷിക്കുന്ന കുടമാളൂർ സെൻറ് മേരീസ് ചർച്ചിനും അവിടുത്തെ എല്ലാ വിശ്വാസികൾക്കും ഭാരവാഹികൾക്കും ഞാൻ എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. ഇതിന് ഒരവസരം കിട്ടിയതിൽ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷവും നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ മാണിയച്ചന് എല്ലാവിധ യാത്രാ മംഗളങ്ങളും നേരുന്നു. കുടമാളൂരിലെ പള്ളി ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച്, മലയാളത്തിൽ തലപ്പള്ളി എന്ന് അറിയപ്പെടുന്ന പള്ളിയുമായിട്ട് എനിക്ക് ചെറുപ്പകാലം ഘട്ടം തൊട്ട് തന്നെ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ഈ വിശ്വാസത്തിന്റെ ദീപം തെളിച്ച് കെടാതെ കൊണ്ട് നടന്നത് അവരാണ്. അവരെ ഞാൻ സ്മരിക്കുന്നു. അതുപോലെ തന്നെ മാണിയച്ചൻ, വർഷങ്ങളായിട്ട് ആർച്ച് ഫീസ്റ്റായിട്ടുള്ള മാണിയച്ചന് വർഷങ്ങളായിട്ട് ബന്ധപ്പെടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിക്കുകയും ഞാൻ ഉപദേശം തേടുകയും ഒക്കെ ചെയ്യുന്ന അച്ഛനാണ്. അദ്ദേഹം ഈ പള്ളിയിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. ഈ 900 വർഷത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, കുടമാളൂർ സെൻറ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയം 900 വർഷം പൂർത്തിയാക്കുകയാണ്. കഴിഞ്ഞ 9 നൂറ്റാണ്ടുകളിൽ ദൈവജനത്തിനു വേണ്ടി ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ച ഈ ആരാധനാലയം തീർച്ചയായിട്ടും നമുക്കറിയാം വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഭക്തജനങ്ങളുടെ വലിയൊരു ആശ്രയമാണ്. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം തേടി അനേകായിരങ്ങളാണ് ദിനംപ്രതി എന്നോണം കുടമാളൂർ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത്. ഈ അവസരത്തിൽ ഞാൻ എല്ലാ ഭാവങ്ങളും നേരുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. ഈ ആഘോഷ പരിപാടികൾ ഏറ്റവും മംഗളകരമായി പൂർത്തിയാക്കുവാനുള്ള എല്ലാ അനുഗ്രഹവും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ദേവാലയത്തിൽ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട മാണി പുതിയടം അച്ഛൻ റിട്ടയർ ചെയ്യുകയാണ്. അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഒട്ടേറെ ദേവാലയങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ ക്രൈസ്തവ കത്തോലിക്ക സഭയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട മാണി പുതിയടം അച്ഛൻ. അച്ഛനുമായി എനിക്ക് വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങൾ മറ്റെല്ലാവർക്കും ലഭിച്ചിട്ടുള്ളതുപോലെ എനിക്കും ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സാമൂഹ്യമായിട്ടുള്ള അതുപോലെ തന്നെ
മറ്റ് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നം വന്നാലും അതിലെല്ലാം ഇടപെടുകയും പ്രതികരിക്കുകയും എല്ലാം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മാണിയച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ സമൂഹത്തിനൊരു വഴികാട്ടിയായി തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയോടൊപ്പം തന്നെ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്കെല്ലാം വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. റിട്ടയർ ചെയ്യുകയാണെങ്കിലും തുടർന്നും അദ്ദേഹത്തിൻ്റെ സേവനം നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക്, ജനങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനൊക്കെ ലഭിക്കും എന്നുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മാണിയച്ഛന് എല്ലാവിധ അനുഗ്രഹവും ആയുസ്സും ആരോഗ്യവും എല്ലാം നൽകി സർവശക്തനായ ദൈവം അദ്ദേഹത്തെ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരും. കുടമാളൂർ സെൻറ് മേരീസ് ആർക്കി എപ്പിസ്കോപ്പൽ പള്ളി 900 വർഷം ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അതിൻ്റെ ഭാഗം തന്നെയായ കുടമാളൂർ സെൻറ് അൽഫോൻസ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിൻ്റെ പേരിലുള്ള ജൂബിലി മംഗളങ്ങളും ആശംസകളും ഇടവക അംഗങ്ങൾ എല്ലാവർക്കും, ഒപ്പം ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. അതോടൊപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഇടവകയുടെ നെടുനായകത്വം വഹിച്ച് ഫൊറോന വികാരിയച്ഛനായി, ആർച്ച് പ്രീസ്റ്റായി, അതോടൊപ്പം സെൻറ് അൽഫോൻസ സ്കൂളിൻ്റെ മാനേജറായിട്ടും സേവനമനുഷ്ഠിച്ചു വരുന്ന മാണി പുതിയടവച്ചൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പുതിയ പ്രവർത്തന മേഖലകളിലേക്ക് പോവുകയാണ്. അച്ഛന് എല്ലാവിധ യാത്രാമംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഈ അവസരത്തിൽ നേരുകയും ചെയ്യും. ഏറെ ആദരണീയനായ മാണി പുതിയടത്തച്ഛനെ കുറിച്ച് ഓർക്കുവാൻ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം നമ്മുടെ സഭയിൽ വളരെ ഉന്നത ശീർഷനായ ഒരു വൈദിക സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സഭാസ്നേഹമാണ്. സഭാസ്നേഹത്തിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും അതാരെയും പ്രചോദിപ്പിക്കുന്നതും എന്നാൽ അതേസമയം തന്നെ അതിനെ എതിർക്കുന്നവർക്ക് വളരെ കുറിക്കുകൊള്ളുന്ന രീതിയിൽ അതിന് മറുപടി നൽകുകയും ചെയ്യുന്ന ഒരു വൈദിക സഹോദരനാണ്. തൻ്റെ അടുത്തോടുകൂടി ഈ കാലഘട്ടത്തിൽ വൈദിക ശുശ്രൂഷയും ജീവിതവും നയിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്നുള്ള തലത്തിൽ എനിക്ക് മാണിയച്ഛനോടുള്ള എൻ്റെ സ്നേഹവും ആദരവും ഞാൻ പ്രകടിപ്പിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യാനായിട്ട് ദീപികയിലും അതുപോലെ തന്നെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. മാണിയച്ഛനെക്കുറിച്ച് ഉള്ള ഏറ്റവും നല്ല ഓർമ്മ അതുതന്നെയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നല്ല ചങ്കൂറ്റത്തോടു കൂടിയുള്ള നിലപാടുകൾ, അത് ആരെയും വെല്ലുവിളിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് തൻ്റെ സഭയോടുള്ള സ്നേഹത്തിൻ്റെ വളരെ പ്രകടമായ ഒരു ഭാവമായിട്ടാണ് എനിക്കതിനെ കാണാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അൽമായ സഹോദരങ്ങൾക്ക് അഭിമാനം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയും തൻ്റെ മക്കളെ അദ്ദേഹം ചേർത്ത് നിർത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം ഔദ്യോഗികമായി തൻ്റെ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്ന ഈ വേളയിൽ എൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയും തുടർന്നുള്ള സമയങ്ങളിൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഞാൻ ഹൃദയപൂർവ്വം നേരുകയും ചെയ്യുന്നു. 1980 ഫെബ്രുവരി 9
തായങ്കരി ഇടവകയുടെ വികാരിയായി അഭിവന്ധ്യ പടിയറ പിതാവ് മാണിയച്ചനെ നിയോഗിച്ചു. മാണിയച്ചൻ്റെ അതിശക്തമായ ഒരു കർമ്മവേദിയായിരുന്നു തായങ്കരി ഇടവക. ഏതെല്ലാം വീടുകളിൽ സന്ധ്യാപ്രാർത്ഥന നടക്കുന്നുണ്ട് നടക്കുന്നില്ല എന്നറിയുവാൻ തലേക്കെട്ടുമായി തായങ്കരി പള്ളിയുടെ മൺവഴികളിലൂടെ നടക്കുന്ന മാണിയച്ചൻ ആ നാട്ടുകാർക്ക് ഒരു വിസ്മയമായിരുന്നു. തുടർന്ന് മാണിയച്ചൻ റോമിൽ ഉപരിപഠനത്തിനായി പോയി. പഠനശേഷം തിരികെ കേരളത്തിലെത്തി 1987 മുതൽ വിവിധ ക്രൈസ്തവ സെമിനാരികളിൽ വൈദിക അധ്യാപകനായി മാണിയച്ചൻ. തുടർന്ന് 1998 മെയ് മാസത്തിൽ മാണിയച്ചൻ കോട്ടയം ലൂർദ് ഫൊറോന പള്ളി വികാരിയായി. എൻ്റെ പേര് ആൽവിൻ ജോസ്. ട്രാങ്ക്വിൽ റിവർ വ്യൂ ആൻഡ് ചൈതന്യ ഹോംസിൻ്റെ MD ആണ്. നീർക്കാട് 900 വർഷം ജൂബിലി ആഘോഷിക്കുന്ന സെൻറ്റ് മേരീസ് ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ 6 വർഷം സേവനമനുഷ്ഠിച്ച മാണിയച്ചന് പ്രത്യേകം യാത്രാമംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. ചരിത്രപ്രസിദ്ധമായ കുടമാളൂർ സെൻറ്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയം 900 വർഷ ജൂബിലിയിലേക്ക് കടക്കുകയാണ്. ജില്ലയിലെ അതിപ്രധാനമായ ദേവാലയങ്ങളിലൊന്നാണ് കുടമാളൂർ സെൻറ്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയം. നാടിൻ്റെ നാനാഭാഗങ്ങളിലൊന്നായി ആയിരക്കണക്കിന് വിശ്വാസി സമൂഹമാണ് ഈ ദേവാലയത്തിലേക്ക് അനുഗ്രഹം തേടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ദേവാലയത്തിൻ്റെ 900 വർഷ ജൂബിലി ആഘോഷത്തിന് ഈ നാടിൻ്റെ ജനപ്രതിനിധി എന്ന രൂപത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, ആശംസകളും നേരുന്നു. അതോടൊപ്പം ചരിത്രപ്രസിദ്ധമായ ഈ ദേവാലയത്തിൽ ആർച്ച് ബീസ്റ്റായി സേവനമനുഷ്ഠിച്ചു വന്ന റവറൻ ഡോക്ടർ മാണി പുതയിടം അച്ഛൻ ഇവിടുത്തെ സേവനങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കി പുതിയ കർമ്മപഥങ്ങളിലേക്ക് കടക്കുകയാണ്. അച്ഛനുമായി ദീർഘകാലത്തെ സൗഹൃദവും അയൽബന്ധവും എല്ലാ ഘട്ടങ്ങളിലും സ്നേഹവാത്സല്യത്തോടുകൂടി എന്നോട് പെരുമാറുകയും സമീപിക്കുകയും എല്ലാം ചെയ്യുന്ന അച്ഛൻ ഏറ്റവും നല്ല സ്നേഹാദരവുകൾ പിടിച്ചുപറ്റിക്കൊണ്ടാണ് വിശ്വാസി സമൂഹത്തിൻ്റെ ഇടയിൽ അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തെ സേവനങ്ങൾ ഈ നാടിനെ സംബന്ധിച്ചോളം ആത്മീയവും ഭൗതികവുമായ എല്ലാ രംഗത്തും അനുഭവിച്ച് ആസ്വദിച്ച് അറിഞ്ഞിട്ടുള്ള ഒരു ജനതയാണ് ഈ നാട്ടിലുള്ളത്. അച്ഛൻ്റെ സേവനങ്ങൾക്കെല്ലാം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം അദ്ദേഹത്തിന് ഈ ദേവാലയത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് പോകുന്ന ഈ ഘട്ടത്തിൽ എല്ലാവിധ യാത്രാമംഗളങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. 900 വർഷം പഴക്കമുള്ള കുടമാളൂർ പള്ളിയുടെ ജൂബിലി, അതോടൊപ്പം ആർച്ച് പ്രീസ്റ്റായി സേവനം അനുഷ്ഠിച്ച് സ്ഥലം മാറിപ്പോകുന്ന നമ്മളേവരുടെയും പ്രിയപ്പെട്ട മാണിയച്ഛന് യാത്രാമംഗളങ്ങളും നേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നുക. അച്ഛനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു. അച്ഛൻ്റെ പ്രവർത്തികളും പ്രസംഗങ്ങളും അതോടൊപ്പം തന്നെ ചിന്തകളും നമ്മുടെ സമൂഹത്തിന് വലിയ തോതിൽ ക്രൈസ്തവ വിശ്വാസത്തിന് മാത്രമല്ല എല്ലാവർക്കും വലിയ പ്രീതി നൽകാൻ കഴിയത്തക്ക വിധത്തിലായിരുന്നു എന്നുള്ളത് വളരെ നല്ല നിലയിൽ അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അച്ഛനോടുള്ള ആ അടുപ്പം ഞാൻ എന്നും കാത്തു സൂക്ഷിക്കാറുണ്ട്.
തിരുവനന്തപുരത്ത് ആയിരുന്ന സന്ദർഭത്തിൽ കൂടുതലായിട്ട് അടുത്തറിയാനുള്ള അവസരമുണ്ടായി. ഞായറാഴ്ച കുർബാനകളിൽ അച്ഛൻ്റെ പ്രസംഗം എത്ര മനോഹരമായിരുന്നു. സുവിശേഷത്തെ നല്ല വിധത്തിൽ ജനങ്ങളിൽ എത്തിക്കാൻ, ദൈവത്തിൻ്റെ വചനത്തെ നല്ലവണ്ണം വിവേചിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ അദ്ദേഹം കാണിച്ച താല്പര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തുഷ്ടനാക്കിയിട്ടുള്ളത്. അതോടൊപ്പം അനുകമ്പ അർഹിക്കുന്നവരോട് അതനുസരിച്ച് പെരുമാറാൻ, അവരുടെ കാര്യങ്ങളിൽ കഴിയുന്ന സഹായം എത്തിച്ചു കൊടുക്കാൻ അത്രയൊന്നും സഹായകമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ സഭയുടെ ഔന്നത്യം ഉയർത്തിയിരുന്നു. ഏത് പ്രതിസന്ധിയിലും ഡെഡിക്കേറ്റഡായി തീരുമാനമെടുക്കാനുള്ള അച്ഛൻ്റെ നിലപാട് സഭാവിശ്വാസത്തെ കൂടുതൽ ദൃഢപ്പെടുത്തി. തീർച്ചയായിട്ടും അച്ഛനോടുള്ള വലിയ താല്പര്യവും സ്നേഹവും, അച്ഛൻ ഇവിടുന്ന് സ്ഥലം മാറിപ്പോകുന്നുവെങ്കിലും കുടമാളൂർ ദേവാലയത്തിൻ്റെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്കുള്ള വളർച്ചയിലും പ്രവർത്തനത്തിലും, അതോടൊപ്പം ആദ്യമായി തന്നെ ഈ ഇടവകയിൽ ആർച്ച് ബിഷപ്പായി സേവനം അനുഷ്ഠിക്കാൻ അച്ഛന് കഴിഞ്ഞു എന്നുള്ളതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുക. അച്ഛന് എല്ലാവിധമായ യാത്രാമംഗളങ്ങൾ നേരട്ടെ. ഞങ്ങളൊക്കെ രാഷ്ട്രീയ വളർച്ചയിലും നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തരാൻ അച്ഛൻ കാണിച്ചിട്ടുള്ള വലിയ നല്ല മനസ്സിന് ഒരിക്കൽ കൂടി അച്ഛന് എൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. അതോടൊപ്പം കുടമാളൂർ പള്ളിയുടെ ജൂബിലി ആഘോഷ വേളയിൽ ഇടവകക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഇവിടെ വന്ന് അനുഗ്രഹം തേടി പോകുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും ദൈവാനുഗ്രഹവും പ്രത്യേകമായി പ്രാർത്ഥിക്കട്ടെ. നന്ദി, നമസ്കാരം. 900 വർഷം ജൂബിലി ആഘോഷിക്കുന്ന കുടമാളൂർ ദേവാലയത്തിന് എല്ലാവിധ ആശംസകളും, അതോടൊപ്പം തന്നെ ശ്രീ മാണിയച്ഛന് എല്ലാവിധ യാത്രാ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. ഈ ദേവാലയത്തിൻ്റെ ആഘോഷങ്ങൾക്ക് നിറഞ്ഞ ഹൃദയത്തോടു കൂടിയുള്ള അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ മാണി പുതിയടം അച്ഛൻ ജനഹൃദയത്തിൽ തികഞ്ഞ സ്ഥാനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും സത്യസന്ധത കൊണ്ടും നല്ല പ്രവർത്തനം ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടും ഈ കേരളത്തിലെ ജനങ്ങൾ നന്നായിട്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ എത്രയോ വർഷക്കാലമായിട്ടറിയാം. ഞാൻ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അച്ഛൻ ഇടപെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വരികയാണ്. അച്ഛൻ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനത്തിൻ്റെ ഗുണഫലം അന്ന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ പ്രിയപ്പെട്ട മാണി പുതിയടം അച്ഛന് ദീർഘായുസ്സുണ്ടാവട്ടെ. അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഈ സമൂഹത്തിൻ്റെ പൊതു സ്വത്തായി ഇരിക്കും എന്നെനിക്കറിയാം. ഞാൻ അതിനെല്ലാ ആശംസകളും നേരുകയാണ്. കുടമാളൂർ ദേവാലയത്തിൻ്റെ 900 വർഷ ജൂബിലിയും സുദീർഘമായി സേവനമനുഷ്ഠിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാണിയച്ഛൻ്റെ യാത്രയയപ്പും വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു എന്നറിഞ്ഞൊരു സന്തോഷമുണ്ട്. എല്ലാവിധമായിട്ടുള്ള ആശംസകളും നന്മകളും നേരുന്നു. 900 വർഷമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ദേവാലയമാണ് കുടമാളൂർ ദേവാലയം. ഒത്തിരിയേറെ ചരിത്ര പാരമ്പര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവാലയം. ആ ദേവാലയത്തെ ഈ കാലഘട്ടത്തിൽ നയിച്ച ബഹുമാനപ്പെട്ട മാണിയച്ഛൻ നമുക്കെല്ലാവർക്കും ഉദാത്തമായൊരു മാതൃകയാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരോടും വളരെ സൗഹാർദ്ദത്തിനും സ്നേഹത്തിനും പെരുമാറുന്ന മാണിയച്ഛൻ്റെ യാത്രയയപ്പ് സമ്മേളനം കൂടി ഈ അവസരത്തിൽ ആഘോഷിക്കുന്നു എന്നറിയ സന്തോഷം. എല്ലാവിധ ആശംസകളും അനുമോദങ്ങൾ മാണിയച്ഛന് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഞാൻ ജാസ്മിൻ കെ മാത്യു, സിഡ്നി മോണ്ടിസോറി സ്കൂൾസ് ചെയർപേഴ്സൺ. 900 വർഷത്തിൻ്റെ നിറവിൽ ജൂബിലി ആഘോഷിക്കുന്ന
കുടമാളൂർ സെൻറ് മേരീസ് ദേവാലയത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട മാണിയച്ചന് എല്ലാവിധ യാത്രാമംഗളങ്ങളും ഹൃദയപൂർവ്വം നേരുന്നു. വർഷത്തേക്ക് പ്രവേശിക്കുന്ന സെൻറ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കുടമാളൂർ ദേശത്തിൻ്റെ തിരക്കുറിയായിട്ട് വിരാജിക്കുന്ന ഈ ദേവാലയത്തിൽ അസിസ്റ്റൻ്റ് വികാരിയായി ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചതിലുള്ള വലിയ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാനിവിടെ ആയിരിക്കുക. മുത്തിയമ്മയുടെ കൂടെയായിരുന്നുകൊണ്ട് വൈദിക പരിശീലനത്തിൻ്റെ, വൈദിക ജീവിതത്തിൻ്റെ, പൗരോഹിത്യത്തിൻ്റെ ആദ്യ നാളുകളായിരിക്കുവാൻ സാധിച്ചതിലുള്ള വലിയ നന്ദിയും അതുപോലെ കുടമാളൂർ ഇടവകയിൽ നിന്ന് ലഭിച്ച അനുഭവ സമ്പത്തും അത് മുൻപോട്ടുള്ള ജീവിതത്തിൽ വലിയ വിളക്കായി, വഴിവിളക്കായിട്ട് നിലകൊള്ളുകയാണ്. 900 വർഷം ഈ നാടിനും ദേശത്തിനും ഐശ്വര്യം നൽകി എല്ലാവരുടെയും കണ്ണീരൊപ്പുന്ന, കരയുന്നവരെ ആശ്വാസ കേന്ദ്രമായി, സന്തോഷിക്കുന്നവരെ പ്രത്യാശയുടെ നല്ല നിഴൽ വെളിച്ചമായി നിലകൊള്ളുന്ന ഈ ദേവാലയം 900 വർഷത്തേക്ക് പ്രവേശിക്കുമ്പം ദൈവത്തിന് ഒത്തിരി നന്ദി പറയേണ്ടതുണ്ട്. അനേകായിരങ്ങൾ അവർ നൽകിയ വലിയ ത്യാഗത്തിൻ്റെയും പൂർവികരുടെ വിശ്വാസ തീഷ്ണതയുടെയും അടയാളമായി ശിരസ് ഉയർത്തി നിൽക്കുന്ന ഈ പ്രകാശ ഗോപുരം ഇനിയും വരും തലമുറകൾക്ക് വലിയ പ്രത്യാശയുടെ അടയാളമായി തീരട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഇവിടെ വൈദിക ശുശ്രൂഷ ചെയ്തിരുന്ന കൊച്ചച്ഛൻ എന്ന നിലയിലുള്ള വലിയ ആശംസകളും അഭിമാനവും സന്തോഷവും അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ഞങ്ങളുടെ വികാരിയച്ഛൻ, സ്നേഹബഹുമാനപ്പെട്ട മാണിയച്ഛൻ തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് പുതിയ ശുശ്രൂഷ മേഖലകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ 2 വർഷക്കാലം ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചത് വലിയ ദൈവാനുഗ്രഹമായിട്ടും അതുപോലെ തന്നെ അച്ഛൻ ഞങ്ങൾക്ക് നൽകിയ നല്ല ഓർമ്മകൾ, നല്ല പരിശീലനങ്ങൾ, നല്ല കാഴ്ചപ്പാടുകൾ, നല്ല സൗഹൃദങ്ങൾ, സ്നേഹം, കരുതൽ ഇതൊക്കെ ഒരു അപ്പനിൽ നിന്ന പോലെ ഞങ്ങളിലേക്ക് ലഭിക്കുകയുണ്ടായി. ഒത്തിരി സ്നേഹത്തോടെ, നന്ദിയോടെ മാണിയച്ഛൻ നൽകിയ എല്ലാ സ്നേഹത്തിനും കരുതലിനും ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. അച്ഛൻ്റെ പുതിയ ശുശ്രൂഷ മേഖല അത് അച്ഛൻ എവിടെയായിരിക്കുന്നിടത്തും അവിടെ സന്തോഷം നൽകുവാൻ സാധിക്കും. അത് അവർക്കൊരു അനുഗ്രഹമായിട്ട് മാറും എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകളിലേക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു. യേശുമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാനായിട്ട് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ പള്ളി സ്ഥാപിതമായിട്ട് 900 വർഷ ജൂബിലിയുടെ സമാപന ആഘോഷം ഇന്നാണ്. അതോടൊപ്പം തന്നെ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ പൂർത്തീകരിച്ച് അജപാലന ശുശ്രൂഷയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് നമ്മുടെ സ്നേഹം നിറഞ്ഞ വികാരിയച്ഛന് പിൻവാങ്ങുകയാണ്. പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തീർത്തും പിൻവാങ്ങുക എന്നല്ല. അച്ഛന് തീർച്ചയായിട്ടും പുതിയ ശുശ്രൂഷ MOCയിലുണ്ട്. തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് നമ്മുടെ വികാരിയച്ഛനിലൂടെ കഴിഞ്ഞ 6.5 വർഷക്കാലം ഈ ഇടവകയ്ക്കും ഇടവക ജനത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം.
നമുക്കറിയാം ഇന്ന് അച്ഛനോടുള്ള സ്നേഹത്തെ പ്രതി അച്ഛൻ്റെ കൊച്ചച്ഛന്മാരായിട്ട് ശുശ്രൂഷ ചെയ്ത ഇന്നെത്താൻ സാധിക്കുന്ന എല്ലാ അച്ഛന്മാരും ഇവിടെയുണ്ട്. അപ്പം തീർച്ചയായിട്ടും അച്ഛനോടുള്ള സ്നേഹവും കടപ്പാടും ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വൈദികർ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുക. തീർച്ചയായിട്ടും ഇന്നെത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അച്ഛന്മാരെയും ഈ ഒരു വിശുദ്ധ ബലിയിലേക്കും ഇടവകയിലേക്കും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ അജപാലന ശുശ്രൂഷയിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഉയർപ്പ് കാലത്തിൻ്റെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലൂടെ കർത്താവ് നമുക്ക് നൽകിയ ദൈവവചന സന്ദേശത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. പ്രത്യേകമായി ഇന്നത്തെ ദിവസം നമ്മൾ നന്ദിയോടുകൂടി ഓർക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സമയത്ത് തന്നെ റോമിൽ പുതിയ മാർപ്പാപ്പ പരിശുദ്ധ പിതാവ് ലെയോ 14 മാർപ്പാപ്പ ഇന്ന് തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനം സ്വീകരിക്കുകയും തൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പുതിയ മാർപ്പാപ്പായെ നമുക്ക് നൽകിയതിന്, സഭയ്ക്ക് നൽകിയതിന് ദൈവത്തോട് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ഇന്നത്തെ ബലിവേദിയിലായിരിക്കാം. രണ്ടാമതായി, നീണ്ട 51 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ശേഷം വിശ്രമത്തിനായിട്ട് പ്രവേശിക്കുന്ന ബഹുമാനപ്പെട്ട മാണിയച്ഛന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും നന്ദിയോടുകൂടി ദൈവത്തിനു മുമ്പിൽ അച്ഛനെ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവമായ കർത്താവ് കാലാകാലങ്ങളിൽ സഭയ്ക്ക് നന്മകൾ നൽകുന്നുണ്ട്. ആ ഏറ്റവും വലിയൊരു നന്മയായി കഴിഞ്ഞ 51 വർഷത്തെ അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ നമുക്ക് കാണാൻ സാധിക്കും. അച്ഛനിലൂടെ ഈ സഭയ്ക്ക് മുഴുവനും, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും അച്ഛൻ്റെ സേവനം ശുശ്രൂഷയൊക്കെ സ്വീകരിച്ച നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഇന്നത്തെ ദിവസം. ഈ ചിന്തകൾ ആദ്യമേ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഇന്നത്തെ വചനഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രത്യേകമായിട്ട് പ്രവേശിക്കാം. 5-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇനി കടന്നു വരാൻ പോകുന്നത്, സഭ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരു തയ്യാറെടുപ്പിനെയാണ്. കർത്താവ് മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കടന്നു ചെന്ന് പിതാവായ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നൽകി സഭയെ നയിക്കുന്ന അമൂല്യമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് നമ്മൾ ഇനിയുള്ള ആഴ്ചകളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുന്നോടിയായി സഭ നമ്മളെ ഒരുക്കുകയാണ് ഇന്നത്തെ തിരുവചന വായനകളിലൂടെ. എങ്ങനെയാണ് പത്രോസിനെയും പൗലോസിനെയും കർത്താവ് ഒരുക്കുന്നത് എന്ന് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനകളിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നു. പൗലോസിനെ, സാവൂളായിരുന്ന പൗലോസിനെ മാനസാന്തരത്തിലൂടെ പൗലോസാക്കി മാറ്റി, വളരെ തീഷ്ണത നിറഞ്ഞ ജീവിതത്തിന് ഉടമയാക്കി മാറ്റി ദൈവമായ കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിയമിച്ചു. നമുക്ക് പോകാം, മീൻ പിടിക്കാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്ഥിതനെ കണ്ടിട്ടും മനസ്സിലാക്കാൻ സാധിക്കാതെ 2 പ്രാവശ്യം ഉത്ഥിതനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും വിശ്വാസത്തിൻ്റെ ഉണർവ് ലഭിക്കാതെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന ആ പത്രോസിനെ വീണ്ടും തേടിപ്പിടിച്ച്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് വാത്സല്യത്തിൻ്റെ പ്രാതലുമായിട്ട് കടലിൻ്റെ അക്കരയ്ക്ക് കാത്തിരിക്കുന്ന ഒരു നല്ല പിതാവായ ദൈവത്തെ നമ്മൾ കാണുന്നു. അതാണ് നമ്മുടെ ഈശോ. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് എന്ന് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 900 വർഷ ജൂബിലി ആഘോഷിക്കുന്ന കുടമാളൂർ സെൻറ് മേരീസ് ചർച്ചിന് ഈറ്റ് ഫുട്ബോൾ റെസ്റ്റോ കഫേയുടെ എല്ലാവിധ ആശംസകളും. ഒപ്പം മാണിയച്ഛന് എല്ലാവിധ യാത്രാമംഗളങ്ങളും.
ഇന്ന് ഇത്രയും എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമാർ വന്ന് നമ്മോടൊപ്പം ബലിയർപ്പിച്ചതിലുള്ള നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് മനോഹരമായ സുന്ദരമായ ഹോമലി ആ സന്ദേശം ബൈബിൾ പഠിപ്പിക്കുന്ന ആളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ദാസ് സെമിനാരിയിലെ ബൈബിളിൻ്റെ പ്രൊഫസറാണ് അദ്ദേഹം. നല്ല ഭംഗിയായിട്ട് വചനം വ്യാഖ്യാനിച്ച് നമുക്ക് നൽകിയതിൽ അതിനിടയ്ക്ക് എന്നെ കൂട്ടിച്ചേർക്കാൻ കാര്യമില്ലായിരുന്നു. എന്നെ കൂട്ടിച്ചേർക്കാതിരുന്നെങ്കിൽ അവൾ നന്നായിരുന്നതിന്. നല്ല ഭംഗിയായ രീതിയിൽ വചനം വ്യാഖ്യാനിച്ചതിന് പ്രത്യേകം നന്ദി പറയുക. പിന്നെ ഈ വന്നിരിക്കുന്ന അച്ഛന്മാരൊക്കെ എൻ്റെ കൊച്ചുമാർ തന്നെയാണ്. ഒരറ്റം തൊട്ട് തുടങ്ങിയ ബ്രദറിലെ സഭയുടെ എല്ലാ കേന്ദ്രത്തിൽ നിന്നും ആളുകൾ കൂടിയുണ്ട്. സഭയുടെ കേന്ദ്രം കാക്കനാട്ടിൽ നിന്ന് വൈസ് ചാൻസലർ അച്ഛനാണ്. നിങ്ങൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രകാശൻ നിങ്ങൾ നോക്കിയാൽ മുഖത്തപ്പടി പ്രകാശമാണ് കണ്ടത് നിങ്ങൾക്കറിയാം. അതിനുമ്പഴേ എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു തൃക്കൊടുത്താനും. കാരണം അടുത്തിരിക്കുന്നത് രണ്ടുപേരും, ഒരാളും മറ്റേയാൾ ഇവിടെയും കാണും, അപ്പുറം കണ്ടുപോയി. മറ്റേ ഒരാൾ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളാണ് ജോസി അച്ഛൻ. അതിനുമ്പഴേ എൻ്റെ കൂടെ 2 വർഷം തീർച്ചയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വലിയ ഹോസ്പിറ്റലിൻ്റെ, നമ്മുടെ അതിരൂരെ അഭിമാനമായ ഹോസ്പിറ്റലിൻ്റെ ചുക്കാൻ പിടിക്കുന്ന രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. 2 പേരും അതിനുമ്പഴേ എൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ കൊച്ചച്ഛനാണ് അടുത്തേക്ക്. പിന്നെ നമ്മുടെ ഏറ്റവും കുഞ്ഞച്ഛൻ നിതിനച്ഛൻ അത് വന്ന് നിങ്ങൾ കണ്ടോന്നറിയാം. കണ്ട് ഒളിച്ചിരിക്കും, പുറകിലും കണ്ടിരിപ്പുണ്ട്. അവിടെയുണ്ട്, അകത്തിരിപ്പുണ്ട്, അവിടെയുണ്ട്. അതുകൂടാതെ ഈ പ്രസംഗം പറഞ്ഞ അച്ഛനൊക്കെറിയാം. നമുക്ക് 9 മണിക്ക് മുമ്പ് കുർബാനയില്ലുന്ന ആളാണ് സിറീഖ് അച്ഛന്. ഇതിന് എല്ലാവർക്കും പരിചയം. ഒരുപാട് ആൾക്കാർ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നിട്ട് ഇസ്രായേലിൽ പഠിച്ചതാണ്. ഇസ്രായേൽ താമസിച്ച് 4-5 വർഷം പഠിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഗൈഡിൻ്റെ അധികാരമൊക്കെ പുള്ള കയ്യിലുണ്ട്. പല പ്രാവശ്യം ട്രിപ്പുകൾ നടത്തുന്നുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യം സന്തോഷകരമായ കാര്യമാണ്. ഞാൻ 3 വർഷക്കാലവും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കോട്ടയത്തെ ഇടവകയുടെ ക്രോഡീകരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ച അച്ഛന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പിന്നീട് അടുത്തേക്ക് നമ്മുടെ സണ്ണിയച്ഛൻ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളാണ്. പിന്നെ മാന്തുരുത്തേച്ചൻ നമുക്ക് ഇവിടുത്തെ കൊച്ചു പോലെ തന്നെയാണ്. തിരുവനന്തപുരത്ത് എനിക്ക് ഏറ്റവും വലിയ സഹായമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും സഹായമാണ്. ഇത് കഴിഞ്ഞും പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നാണ് ഒരു ബിബ്ലിക്കൽ റിട്രീറ്റ് ടീം ആവിഷ്കരിച്ചിട്ടുണ്ട്. നിങ്ങളെന്നെ ക്ഷണിച്ചാൽ ഇവിടെയും വരാൻ ധ്യാനിപ്പിക്കാൻ ക്ഷണിക്കണം ഇല്ലേ? ക്ഷണിച്ചാൽ മാത്രം പോരാ, ചെയ്യാൻ കൊടുക്കണം. ഇമ്മ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടി രൂപതയിൽ വിളിക്കുന്നിടത്തൊക്കെ ധ്യാനം നടത്താൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മധ്യസ്ഥൽ പ്രാജത കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത് അച്ഛന് നമുക്കറിയാം കുടുംബ കൂട്ടായ്മയുടെ ആളാണ്. 100 മേനിയുടെ ആളാണ്. 100 മേനിയുടെ എപ്പോഴും അതിരുവ സമ്മാനം കുടമാളിൽ നിന്നാണ് വാങ്ങിക്കുക പതിവ്. പ്രാവശ്യം അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛന് നമുക്ക് വളരെ പരിചിതമായ ആളാണ്. പിന്നെ അടുത്ത് ഇരിക്കുന്ന ആളുകൾ എൻ്റെ ഏറ്റവും ആദ്യത്തെ എൻ്റെ കൊച്ചച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതിരുമ്പോഴേ അസിസ്റ്റൻ്റായിട്ട് ചെല്ലുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചനാണ് ചാലാശ്ശേരി അച്ഛൻ. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന വലിയ പ്രൊഫസറാണ്. ഇപ്പോൾ എല്ലാ സെമിനാരിയിൽ നിന്ന് ആളിവിടെ എത്തി. കുന്നോത്ത് സെമിനാരിയിലെ പ്രൊഫസറാണ് അദ്ദേഹം. അധ്യാപനാണ്, ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വടവാ സെമിനാരിയിൽ നിന്ന് വന്നിരിക്കുന്നു. പിന്നെ മറ്റ് എല്ലാ കേന്ദ്രങ്ങളിൽ തന്നെ ആളിവിടെയുണ്ട്. നമ്മുടെ കൊച്ചുമാർ കൂടാതെ ഇനി മറ്റാരൊക്കെ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ആരും അതിനകത്തുള്ള പുറകിലും കണ്ട് വിളിച്ചിരിപ്പുണ്ടോ? അന്വേഷിച്ചിട്ടുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുള്ള ഈ സമയത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നൽകിയ ആ സ്നേഹത്തിനും കരുണയ്ക്കും പ്രത്യേകം. അവർ വലിയ ആളുകളാണ്. എൻ്റെ അസിസ്റ്റൻ്റായിരുന്നപ്പോൾ അവർ കൊച്ചച്ഛന്മാരായിരുന്നു. ഇപ്പോൾ അവരെന്നെക്കാളും വലിയ ആൾക്കാരാണ്. അപ്പോൾ അവരെ ഇനി സഭയുടെ മണ്ഡലത്തിൽ ഉദിച്ച് ഉയരുന്ന താരങ്ങളായിട്ട് പ്രശോഭിപ്പിക്കട്ടെ എന്നും അവരിൽ ഒരുപാട് കാര്യങ്ങൾ സഭ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ മാർപ്പാപ്പായുടെ വരവോടുകൂടി സഭയ്ക്ക് ആകമാനമായ വലിയ ഉണർവായി. ഇപ്പോൾ സ്ഥാനാരോഹണം നടക്കാം. 4:30 മണിക്കൂർ പിറകിനാണ് അവർ കൃത്യം കണക്കൂട്ടി നോക്കി. ഇപ്പം റോമിൽ സ്ഥാനാരോഹണം നടക്കാം. അവിടെ എല്ലാവരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഹല്ലേലൂയ പാടുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് പുതിയ ഒരു സാരഥി എത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ഉന്മേഷവും ശക്തിയും കൊച്ചു മാർപ്പാപ്പയാണ്. 69 വയസ്സേ ഉള്ളൂ. കണ്ടാലും ചെറുതാണ്, നല്ല ആരോഗ്യമുള്ളതാണ്. 10-25 വർഷത്തേക്ക് ഇനി വേറെ പാപ്പയായി അന്വേഷിക്കേണ്ട ഒരു സംശയമില്ല. ഭംഗിയായിട്ട് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകും. എല്ലാം പരിചയമുള്ള ആളാണ്. 50 രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് സഭയുണ്ട്. അതുകൊണ്ട് 50 രാജ്യങ്ങളെ പരിചയമുണ്ട്. നമ്മുടെ നാട്ടിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 2 പ്രാവശ്യത്തെ പരിചയം നമ്മുടെ നാട് നന്നായിട്ടറിയാം. ലിയോ 13-ാം മാർപ്പാപ്പ തുടർച്ചയാണ്. ലിയോ 13-ാം മാർപ്പാപ്പയാണ് നമ്മുടെ മാർപ്പാപ്പ കേട്ടോ, അത് ഓർക്കണം. ഇവിടെ ഈ വികാരിയാത്തിൻ്റെ കെട്ടിടം പണിയിപ്പിച്ചത് ലിയോ 13-ാം മാർപ്പാപ്പ നമുക്ക് വികാരിയാത്ത് നൽകിയതുകൊണ്ടാണ്. ലിവേനി പിതാ അവിടെ താമസിച്ചു, വികാരിയനാഥന്മാർ ഇവിടെ താമസിച്ചു. അതിനുശേഷം തൃശ്ശൂരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സഭയുടെ പുനരുദ്ധാരണത്തിന് മൗലികമായ ചുമതല നൽകിയ അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിർവഹിച്ച ആളാണ് ലിയോ 13-ാമൻ മാർപ്പാപ്പ. അദ്ദേഹമാണ് നമ്മളെക്കുറിച്ച് കാര്യമായ തീഷ്ണതയോടുകൂടി നമ്മുടെ മിഷണറി പ്രവർത്തനങ്ങൾ ആക്കം കൂട്ടിയത്. ഭാരതമേ നിൻ്റെ രക്ഷത്തിൻ്റെ സന്താനം എന്നുള്ള ആപ്തവാക്യം അത് മിഷനിലേക്ക് ഏറ്റെടുത്തത് അങ്ങനെയാണ്. ആ 13-ാം മാർപ്പാപ്പയുടെ 14-ാമത്തെ പാപ്പായാണ്. ഇപ്പോൾ അതുകൊണ്ട് ആ വികാരങ്ങളും ആ ചിന്തകളും ആ നിവേദനവും ഒക്കെ സ്വന്തമായിരിക്കും.
കുടമളൂർ സെൻറ് മേരീസ് പള്ളിയുടെ 900 വർഷ ജൂബിലി ആഘോഷത്തിന് ഞങ്ങളുടെയും ഞങ്ങളുടെ സ്ഥാപനം മാസ്റ്റർ ഡോസിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം മാണിയച്ചന് എല്ലാവിധ യാത്രാമംഗളങ്ങളും നേരുന്നു. എൻ്റെ പേര് അരുൺ ബാബു. ഇതെൻ്റെ വൈഫ് സിജി അരുൺ. ഞങ്ങളിവിടെ വാരിശ്ശേരിയിൽ സഞ്ജീവനി ലൈവ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നതാണ്. കുടമാളൂർ സെൻറ് മേരീസ് പള്ളിയിലെ 900 വർഷം ജൂബിലിക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെയും പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം മാണിയച്ചന് എല്ലാവിധ യാത്രാമംഗളങ്ങളും നേരുന്നു. നമസ്കാരം, ഞാൻ ഷാജൻ വിശ്രേഖ്. ഇന്ത്യയിലെ ബെസ്റ്റ് കരിയർ കൗൺസിലറാണ്. കഴിഞ്ഞ 27 വർഷമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. സെൻറ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൻ്റെ 900 വർഷത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്നതിന് എല്ലാവിധ മംഗളങ്ങളും. ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ബഹുമാന്യനായ വികാരിയച്ഛൻ റവറൻ ഡോക്ടർ മാണി പുതിയടം അവറുകൾ എനിക്ക് പിതൃതുല്യനാണ്. ലോകത്തിൽ ദുഃഖങ്ങൾ സങ്കടങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെ നല്ല അനുഭവം ദൈവനാമത്തിൽ കൊടുക്കുന്ന മാണിയച്ചന് എല്ലാവിധ യാത്രാമംഗളങ്ങളും നേരുകയാണ്. ഇവിടുന്ന് പോകുന്നെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ നിന്നൊരിക്കലും ഞങ്ങളുടെ മാണിയച്ചൻ പോവുകയില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം മാണിയച്ചന് കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
മാണി പുതിയയുടെ അച്ഛൻ നിർബന്ധപൂർവ്വം പറഞ്ഞൊരു കാര്യം ശിരസാ വഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് എനിക്കിവിടെ എത്തിച്ചേരാൻ സാധിച്ചത് ബഹുമതിയായി ഞാൻ പറയാൻ ഇടയായത് അതുകൊണ്ടാണ്. ഇത് കഴിഞ്ഞാൽ നാളെ തന്നെ ഗോവയിൽ എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഞാനൊരു യാത്ര അവിടെ തുടങ്ങി. ആ യാത്ര അവിടുത്തെ എല്ലാ ദേവാലയങ്ങളും 87ഓളം വൈവിധ്യമുള്ള ഹിന്ദു ആരാധനാലയങ്ങളും 12ഓളം ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും 3 മുസ്ലിം ദേവാലയങ്ങളും ഉൾപ്പെടെ ഗവർണർ ഔപചാരികമായി എല്ലാം സന്ദർശിക്കുകയാണ് 1 മാസം കൊണ്ട്. ആ പ്രക്രിയ തുടങ്ങിയിട്ട് 3 ദിവസമായി. ഞാൻ അപ്പോഴാണ് അമ്പരന്ന് പോയത്. കാരണം അവിടെ റാഷോൾ സെമിനാരി എന്ന് പറയുന്നൊരു സെമിനാറി എൻ്റെ ആദ്യ ദിവസ യാത്രയിൽ ഒരു ഗ്രാമപ്രദേശത്തുണ്ടായിരുന്നു. ഏഷ്യയിലെ ആദ്യത്തെ സെമിനാരിയാണ്. ആ സെമിനാരിയുടെ പ്രത്യേകത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോയതുകൊണ്ട് അതിപ്പോൾ ഒരു പുറം ലോകം വേണ്ടത്ര അറിയാനിടയായിരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ 1892 3 ദിവസം അന്നത്തെ ഏറ്റവും വലിയ സെമിനാരി ആയിരുന്ന ഏഷ്യയിലെ തന്നെ ആദ്യത്തേതെന്ന് അറിയുന്ന സെമിനാരിയിൽ ആ ലൈബ്രറി മുഴുവൻ അദ്ദേഹം, ഏറ്റവും നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു അവിടെ, ആ ലൈബ്രറി മുഴുവൻ ഉപയോഗിച്ചു. അദ്ദേഹം അവിടെ ചെലവഴിച്ചു 3 ദിവസം തുടർച്ചയായി. അന്നത്തെ ക്രിസ്ത്യ പണ്ഡിതന്മാരുമായി ആശയവിനിമയം നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം ശ്രദ്ധേയമായ ഷിക്കാഗോയിലെ പ്രസംഗത്തിന് അദ്ദേഹം യാത്രയായെന്നുള്ളതാണ് വസ്തുത. ഇത് പുറം ലോകത്തിന് അറിയുമോ? ഞാൻ ആ സെമിനാറിലെ ആളുകളോട് പറഞ്ഞു, ഇത് നിങ്ങൾ അവിടുത്തെ ലൈബ്രറിയിൽ, ആ ആദ്യ സെമിനാരിയുടെ ലൈബ്രറിയിൽ സ്വാമി വിവേകാനന്ദൻ്റെ വലിയൊരു ചിത്രം വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ ലോകത്ത് തന്നെ സ്വാമി വിവേകാനന്ദൻ ശ്രദ്ധേയനാണ്. ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തെയും പൊതുസമൂഹത്തെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു മഹാത്മാവിന് തൻ്റെ വിജ്ഞാനം തേടിയുള്ള യാത്രയിൽ 3 ദിവസം അവിടെ ചിലവഴിച്ചു. അതിനെ സംബന്ധിച്ച് പുസ്തകങ്ങളൊന്നും ലഭ്യമല്ല. ഞാൻ രാമകൃഷ്ണ മിഷനോട് അന്വേഷിച്ചപ്പോഴാണ് ലക്നൗവിലുള്ള ഒരു സ്വാമിജി അതിനെപ്പറ്റി ഒരു റിസർച്ച് പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്കത് അയച്ചു തരാൻ ഞാൻ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പറഞ്ഞു. എനിക്കറിയില്ല, കിട്ടുമോ എന്നുള്ള അറിയില്ല. അപ്പം ഞാനീ പറഞ്ഞ ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട MLA-മാരുമുള്ള വേദിയിൽ ഒരു സർവധർമ്മ സമഭാവം, ആ ധർമ്മസമഭാവം എല്ലാം ഒരു യാത്രയാണ് ജീവിതം. ആ ജീവിതം മുഴുവൻ സത്യത്തെ കണ്ടെത്താനുള്ള യാത്രയാകുമ്പോൾ ആ യാത്രയിൽ ആത്യന്തികമായി എത്തിച്ചേരുന്നത് ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, വ്യത്യസ്തമായ വഴികളിലൂടെ എത്തിപ്പെടുന്നത് ഒരേ പ്രപഞ്ച സത്യത്തിലാണ്. ആ സത്യമാണ് ധർമ്മങ്ങൾ ഉദ്ഘോഷിക്കുന്നത് എന്നുള്ള വസ്തുതയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ എല്ലാം വിരൽ ചൂണ്ടുന്നത്. പുതിയ തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് കാലികമായ ചോദ്യം. അങ്ങനെ വരുമ്പോഴാണ് വാണിയച്ഛൻ പ്രസംഗിക്കുമ്പം അത് പറയുമ്പോൾ പറയുന്നത്, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, ശ്രീധരൻപിള്ള ഇതൊക്കെ ചെമ്പകശ്ശേരി രാജാവിൻ്റെ ഒക്കെ പഠിച്ച ആളാണ് എന്നെ ഒന്ന് നന്നാക്കി പറയുകയുണ്ടായി. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ദേവാലയം തുടങ്ങിയതിനെപ്പറ്റി പിതാവ് തോമസ് തറയിൽ പിതാവ് ഇവിടെ പറഞ്ഞതിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ പുറം ലോകത്തേക്ക് ഇതെത്തിക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സാധൂകരിക്കുക വഴിയാണ് മനുഷ്യ മനസ്സുകളെ, അവരേത് മതത്തിൽപ്പെട്ടവരായാലും ഏത് വിശ്വാസത്തിൽപ്പെട്ടവരായാലും അവരിലേക്ക് ആ ആശയത്തെ നങ്കൂരമുട്ടുറപ്പിക്കാൻ അവരുടെ വഴികാട്ടികളായി, പുതുതലമുറയുടെ വഴികാട്ടികളായി നമുക്ക് മാറാൻ സാധിക്കുന്നത്. നമ്മുടെ ഭരണഘടന ഉദ്ഘോഷിക്കുന്ന മഹത്തായ ഏകതയുടെ ബീജം അത് ഉള്ളത് ഇത്തരം കാര്യങ്ങളാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് സ്വാഭാവികമായും പിതാവ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം, ആതുരാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിൻ്റെ തുടക്കം
ആ തുടക്ക കാലഘട്ടം ഇപ്പോഴും നിലനിർത്തുന്ന അപൂർവം കോഴിക്കോട് അവിടെ ഏറ്റവും പഴക്കമുള്ള ഒരാതുരാലയമുണ്ട്. അതിന്നും ഏറ്റവും അധികം സേവന സന്നദ്ധത നിങ്ങൾക്ക് ലഭിക്കുക, സേവന ഔത്സുകതയുള്ള ആളുകളെ കാണാനായിട്ട് അവിടെ വെള്ളിമാട് കുന്നിലെ ആ പഴയ ആശുപത്രിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് മുരുകൻ, പാല. മധ്യ തിരുവിതാംകൂറിലെ 900 വർഷ ജൂബിലി ആഘോഷിക്കുന്ന ചരിത്രപ്രസിദ്ധമായ കുടമാളൂർ സെൻറ്റ് മേരീസ് ദേവാലയത്തിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒപ്പം മാണി അച്ഛനും യാത്രാമംഗളങ്ങൾ നേരുന്നു. വേദി ഒഴിഞ്ഞു, ഇനി വീട്ടുകാരൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് സമ്മേളനം വേറൊരു ദിശയിലേക്ക് മാറിയിരിക്കുകയാണ്. ജൂബിലി ആഘോഷമെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രിയപ്പെട്ട മാണിയച്ഛന് യാത്രയയപ്പ് സമ്മേളനമാണ് നടക്കുന്നത്. ആശംസ പറയാൻ വന്ന എന്നെ ഇപ്പോൾ അധ്യക്ഷനാക്കിയിരിക്കുകയാണ്. ഏതായാലും ഞാൻ വിചാരിച്ചു ഗവർണറുടെ പ്രോഗ്രാം ആയതുകൊണ്ട് ആദ്യമേ സംസാരിക്കാമല്ലോ എന്ന് കരുതി ഞാൻ കാര്യമായിട്ടൊക്കെ ഒരുങ്ങിയൊക്കെയാണ് വന്നത്. ഇപ്പോൾ സമ്മേളനമെല്ലാം തിരുമറി സംഭവിച്ചതുകൊണ്ട് അവസാനം പ്രസംഗിക്കേണ്ടതായിട്ട് വന്നു. പുതിയൊരു സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാകേണ്ടിയും വന്നു. ഏതായാലും എനിക്ക് സന്തോഷമുണ്ട്. സ്നേഹമുള്ള മാണിയച്ഛ, പ്രിയപ്പെട്ട കൈക്കാരൻ സോണി, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ഫ്രാങ്ക്ലിൻ, പ്രിയ ജസ്നച്ചൻ, സ്നേഹമുള്ള വൈദിക സഹോദരരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാനൊരു 33 വർഷങ്ങൾക്ക് മുൻപ് ഈ പള്ളിയിലെ ഒരു കൊച്ചച്ഛനായിരുന്നു. മാണിയച്ഛൻ പോലും ആ കാര്യം ഓർത്തില്ല. ഇവിടെ ആർക്കും അതൊക്കെ ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. ഇന്നെല്ലാവരും ഘോരഘോരമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. 33 വർഷം മുമ്പ് ഇവിടെ ഈ പാരീഷുകളൊന്നും ഇല്ലായിരുന്നു. ഇതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും പള്ളി പരിസരത്ത് ഈ ആംബിയൻസ്, ഈ രൂപങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ സ്കൂളൊന്നും വന്നില്ലായിരുന്നു. അതിനുശേഷമാണ് ഈ പള്ളി സ്കൂൾ ആരംഭിച്ചത്. നേരത്തെ സിസ്റ്റേഴ്സിൻ്റെ സ്കൂൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഇത്രയും പാരമ്പര്യമുള്ള ഒരു പള്ളിയിൽ കൊച്ചച്ഛനായിരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിന് എനിക്ക് വലിയൊരു അഭിമാനം തോന്നുന്നു. ഈ സമയത്ത്, ആ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് സന്തോഷമുണ്ട്. 900 വർഷം ആഘോഷിക്കുന്ന നമ്മുടെ ഇടവകയ്ക്കും ഇടവക സമൂഹത്തിനും എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. ഒരു കാര്യം മാത്രമേ ഞാൻ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ അതിരൂപതയിലെ ഏറ്റവും പുരാതനമായ ദേവാലയം എന്ന് പറയുന്നത് ചമ്പക്കുളം പള്ളിയാണ്. ചമ്പക്കുളം പള്ളി AD 427 സ്ഥാപിതമായെന്നുള്ളതാണ് ചരിത്രം. നിരണം പള്ളിയുടെ കുരിശുപള്ളിയായിരുന്നു ചമ്പക്കുളം പള്ളി. നമ്മൾ അത് കഴിഞ്ഞുള്ള പള്ളികളുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ഈ ആദ്യ കാലങ്ങളിലുണ്ടായിരുന്ന ഒരു അംഗീകാരം, ഒരു വില വളരെ വലുതായിരുന്നു. നമ്മളെ തൊട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ തൊട്ടാൽ അത് വിശുദ്ധമാകും, അവരും അവരുടെ സാധനങ്ങളും. ക്ഷേത്രങ്ങളിൽ പൂജാവസ്തുക്കൾ കൊണ്ടുപോകുമ്പോൾ അതൊരു ക്രിസ്ത്യാനിയെ കൊണ്ട് തൊടുവിച്ചാൽ
അത് ശുദ്ധി വരുമെന്നുള്ള വിശ്വാസം നമ്മുടെ ഈ കേരളത്തിൽ ആദിമ കാലങ്ങളിൽ പൊതുജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അത്രമാത്രം വിലയും നിലയുമുള്ള ഒരു സാന്നിധ്യമായിരുന്നു ക്രൈസ്തവരുടെ സാന്നിധ്യം നമ്മുടെ ഈ കേരളത്തിൽ. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. 900 വർഷം ജൂബിലി ആഘോഷിക്കുന്ന കുടമാളൂർ ദേവാലയത്തിന് പെറ്റ് ഹൗസ് കുടമാളൂരിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ റവറൻ ഡോക്ടർ മാണി പുതിയടം അച്ഛന് പെറ്റ് ഹൗസ് കുടമാളൂരിൻ്റെ എല്ലാ യാത്രാമംഗളങ്ങളും നേരുകയാണ്. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവർ, ബഹുമാനപ്പെട്ട ആൻ്റണിയച്ച, സ്നേഹം നിറഞ്ഞ മാണിയച്ച, കൈകാര്യൻ സോണിസാറി, അതിപുരാതനമായ ഈ ക്രൈസ്തവ ആരാധനാലയം ഒരു ഹൈന്ദവ രാജാവിനാൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ഈശോ മിശിഹായിലുള്ള ഉറച്ച വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് ഈ നാടിനും നമ്മുടെ തലമുറയ്ക്കും വെളിച്ചം വീശിയ മഹാരഥന്മാരായ നമ്മുടെ പൂർവികരെ സ്മരിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കുടമാളൂരിൻ്റെ ചരിത്രം ഏറെ വ്യത്യസ്തമാണ്. നിഷ്കളങ്കമായ ഗ്രാമീണതയും തികഞ്ഞ ദേശഭക്തിയും വിശുദ്ധരായ ആത്മാക്കളുടെ സാന്നിധ്യവും കലർപ്പില്ലാത്ത മതമൈത്രിയുമെല്ലാം ഈ നാടിൻ്റെ സവിശേഷതകളാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വിസ്ഫോടനം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവും വിശുദ്ധനുമായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ 1800കളിൽ ഇവിടുത്തെ പള്ളിമേടയിൽ താമസിച്ചിരുന്നു എന്നത് നമുക്ക് ഏറെ അഭിമാനകരമാണ്. അതുപോലെ ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയായ നമ്മുടെ ഇടവകാംഗം വിശുദ്ധ അൽഫോൻസാമ്മയും കഥകളിയുടെ മർമ്മമറിഞ്ഞ ആചാര്യനായിരുന്ന കുടമാളൂർ കരുണാകരൻ നായരും ക്രിസ്തു ഭാഗവത രചയിതാവും വാഗ്മിയുമായ ശ്രീ PC ദേവസ്യ പ്ലാക്കിയിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ശില്പിയും ഏറ്റുമാനൂരിൻ്റെ MLAയുമായ ശ്രീ ജോർജ് ജോസഫ് പൊടിപാറ, ആധുനിക സീറോ മലബാർ സഭയുടെ പിതാവായ റവറൻ ഡോക്ടർ ബ്ലാസിഡ് പൊടിപാറ, ബൈബിൾ മലയാളത്തിലേക്ക് വിമർത്തനം ചെയ്ത കാനി മൂസ മാണിക്കത്തനാർ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഡോക്ടർ ജോസഫ് കരിമ്പാലിൽ, ചെറുപുഷ്പം മിഷൻ ലീഗിൻ്റെ സ്ഥാപകനും റവറൻ ഫാദർ ജോസഫ് മാലിപ്പറമ്പിലച്ചൻ, സഭാ പുരസ്കാരം ലഭിച്ച പ്രൊഫസർ മാത്യു ഉലകന്തറ എന്നിങ്ങനെ നിരവധി പുണ്യാത്മാക്കളുടെ ജന്മഭൂമിയും കർമ്മഭൂമിയുമാണ് ഈ കുടമാളൂർ എന്ന പ്രദേശം. പള്ളി സ്ഥാപിതമായതിനു ശേഷം ചെമ്പകശ്ശേരി രാജാവ് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച കുടുംബങ്ങളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. അഭിമാനകരമായ ഈ നിമിഷത്തിലും നമ്മളെ പ്രത്യാശഭരിതരാക്കുന്നത് കുടമാളൂർ മുക്തിയമ്മയുടെ സാന്നിധ്യം ഒന്നു മാത്രമാണ്. നൂറ്റാണ്ടുകളുടെ പ്രയാണത്തിലും നാനാജാതി മതസ്ഥരായ ഒരു ജനസമൂഹത്തിന് ആശ്വാസവും അനുഗ്രഹവും അഭയവും നൽകുന്ന പ്രകാശഗോപുരമായി കുടമാളൂർ പള്ളി നിലകൊള്ളുന്നു. ഭൗതികതയുടെ അതിപ്രസരത്തിലും ആത്മീയയുടെ അത്ഭുതപൂർവമായ തേജസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യഭൂമിയിലേക്ക് ധാരാളം തീർത്ഥാടകർ ദൈനംദിനം എത്തിക്കൊണ്ടിരിക്കുന്നു. ഏറെ അഭിമാനകരവും ആഹ്ലാദകരവുമായ ഈ സന്ദർഭത്തിൽ വിശുദ്ധമായ ഈ വിശ്വാസയാത്രയിൽ നമ്മെ നയിക്കുകയും പഠിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്ത പുരോഹിത ശ്രേഷ്ഠരെയും സന്യസ്തരെയും സഭാ നേതാക്കളെയും ആദരവോടെ അനുസ്മരിച്ചുകൊണ്ട്
എല്ലാ ഇടവകക്കാർക്കും ഈ 900 മഹാജൂബിലി ആഘോഷത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. 900 വർഷം ജൂബിലി ആഘോഷിക്കുന്ന കുടമാളൂർ സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ ആഘോഷങ്ങൾക്കും ഇവിടുന്ന് റിട്ടയർമെൻറ്റ് ചെയ്യുന്ന മാണി പുതിയിടം അച്ഛന് എല്ലാവിധ യാത്രാമംഗളങ്ങളും ഞാനും എൻ്റെ സ്ഥാപനമായ നീണ്ടൂർ അഗസ്ത്യ ആയുർവേദ മർമ്മ ചികിത്സാ കേന്ദ്രത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിലെ ബഹുമാന്യരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ടവരെ, കുടമാളൂർ ഇടവകയുടെ നാമഹേതുക പരിശുദ്ധ കന്യാമറിയം വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് ഹൈന്ദവരുടെ മുക്തിയമ്മ, ഈ നാടിൻ്റെ, ഈ ദേശത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ഉറവിടം. 900 വർഷങ്ങളുടെ ശക്തമായ ചരിത്രവും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്ന ഈ ദേവാലയം ക്രൈസ്തവരുടെ അറിവ് കൂടാതെ തന്നെ ഒരു ഹൈന്ദവ രാജാവിനാൽ ആരംഭം കുറിച്ചത്. ഇതിൻ്റെ ഉത്ഭവം തന്നെ ഐതിഹ്യങ്ങളാൽ കെട്ടുപിണഞ്ഞത്. മതസൗഹാർദ്ദത്തിൻ്റെ വിളനിലമായ കുടമാളൂർ പള്ളിയിൽ അതിൻ്റെ ആരംഭകാലം മുതൽ സന്താന സൗഭാഗ്യം, രോഗശാന്തി എന്നിവയ്ക്കുള്ള നേർച്ചകൾ നടത്തപ്പെടുന്നത് ഈ ദേവാലയത്തിൻ്റെ സവിശേഷതയാണ്. പ്രഗത്ഭരും പണ്ഡിതരും പുണ്യശ്ലോകരുമായ വൈദികരും സന്യസ്തരും അൽമായരും ഈ ഇടവകയുടെ ദൈവീക ദാനങ്ങളാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മം കൊണ്ട് പവിത്രമായ ഈ മണ്ണ് വിശുദ്ധ ചാവറയച്ചൻ്റെ കർമ്മമണ്ഡലം കൂടിയായിരുന്നു. ഇവിടെ എത്തുന്നവർക്ക് മുക്തിയമ്മയുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും മധ്യസ്ഥം വഴി നിരവധി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കട്ടെ. ഇപ്പോൾ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലെത്തി നിൽക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രം വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് അനേകർക്ക് പ്രചോദനവും വേദനിക്കുന്നവർക്ക് സാന്ത്വനവും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് വിജയൻ. ഞാൻ ആർപ്പുക്കര പനമ്പാലം ജംഗ്ഷൻ വാമിക ജെൻസ് ബ്യൂട്ടി പാർലർ നടത്തുന്ന ആളാണ്. കുടമാളൂർ സെൻറ്റ് മേരീസ് പള്ളിയുടെ 900 വാർഷികത്തോടനുബന്ധിച്ച് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ കുടമാളൂർ പള്ളിയിലെ മാണിയച്ഛന് യാത്രാമംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കുടമാളൂർ ഇടവക അഭിമാനത്തിൻ്റെ ചരിത്ര നിമിഷങ്ങളിലൂടെ അനുയാത്ര ചെയ്യുകയാണ്. ദേവാലയ സ്ഥാപനത്തിൻ്റെ 900 വർഷ ജൂബിലിയുടെ മഹാസമ്മേളനത്തിൻ്റെ തുടർച്ചയായി കൃതജ്ഞതാ നിർഭരമായ മനസ്സുകളോടെ ഈ ജനം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രഥമ ആർച്ച് പ്രീസ്റ്റായി തൻ്റെ ശുശ്രൂഷ നിർവഹിച്ച്
പുതിയ കർമ്മമണ്ഡലത്തിലേക്ക് ജൈത്രയാത്ര തുടരുന്ന തങ്ങളുടെ മാണിയച്ഛനോടുള്ള നന്ദി പ്രകാശത്തിനായി ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. യു ഷുഡ് ഹാവ് എ വിഷൻ, പ്ലാൻ, എക്സിക്യൂഷൻ ആൻഡ് ഇവാലുവേഷൻ. വലിയ വലിയ സ്വപ്നങ്ങൾ കാണുവാൻ, അത് പ്രാവർത്തികമാക്കി ചരിത്രം സൃഷ്ടിക്കുവാൻ തൻ്റെ അജപാലന ദൗത്യത്തിൻ്റെ നാളുകളിൽ ആയിരങ്ങൾക്ക് കരുത്തു പകർന്ന അജപാലകനാണ് നമ്മുടെ മാണിയച്ഛൻ. കാലത്തിൻ്റെ വ്യത്യസ്തതകളെയും ഗതിചലനങ്ങളെയും തിരിച്ചറിയുവാനും അതിനെ ഉപയോഗിക്കുവാനും എന്നും തുറവിയുടെ മനസ്സുള്ള ദീർഘദർശി. സഭയ്ക്കോ വിശ്വാസത്തിനോ എതിരായി തൊടുത്തുവിടുന്ന ശത്രുക്കളുടെ അമ്പുകളെ തൻ്റെ ഉള്ളിൽ ആഴപ്പെട്ടിരിക്കുന്ന വിശ്വാസബോധ്യത്തിൻ്റെ ഉൾക്കാഴ്ചയിൽ നിന്ന് വാക്കുകൾ കൊണ്ട് പ്രതിരോധത്തിൻ്റെ പരിച തീർക്കുന്ന പ്രവാചക ശബ്ദം. വേർതിരിവുകളില്ലാതെ എല്ലാവരെയും തുറന്ന മനസ്സോടെ കാണുവാനും സഹായിക്കുവാനും സന്നദ്ധതയുള്ള ഈശോയുടെ കരുണയുടെ ഹൃദയമുള്ള പിതാവ്. പ്രിയപ്പെട്ട മാണിയച്ഛ, ഞങ്ങളുടെ ഈ ദേവാലയത്തിന് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി സമ്മാനിച്ചതിനോടൊപ്പം പുതിയ ആത്മീയ ദിശാബോധവും ഭൗതിക വളർച്ചയിലേക്കും നയിച്ച അങ്ങേക്ക് കൃതജ്ഞതാ നിർഭരമായ ഹൃദയത്തോടെ ഇടവക സമൂഹത്തിന് മുഴുവനും വേണ്ടി അങ്ങേ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കണ്ടുമുട്ടുന്ന എല്ലാവരെയും മനസ്സ് തുറന്ന് സ്നേഹിക്കുവാനും ആവശ്യമായ സഹായ സഹകരണങ്ങൾ എങ്ങനെയും നേടിക്കൊടുക്കുവാനും അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു ഉദാര മനസ്സിൻ്റെ ഉടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട മാണിയച്ഛൻ. മാണിയച്ഛൻ്റെ വ്യക്തിപ്രഭാവത്തിന് വേറിട്ടൊരു തനിമയും തൻ്റെടവുമുണ്ട്. ആനുകാലികവും സാംസ്കാരികവും സഭാസംബന്ധവുമായ കാര്യങ്ങളിൽ മുഖം നോക്കാതെ തൻ്റെ പ്രസംഗശൈലിയിൽ വെട്ടുതുറന്ന് പ്രസംഗിക്കാനുള്ള കഴിവ് അനിതര സാധാരണമാണ്. കേരള സഭാചരിത്രത്തിൽ ഉടനീളമുള്ള മാണിയച്ഛൻ്റെ വാഗ്ധോരണിയും ബൈബിൾ വിജ്ഞാനവും ഏറ്റവും കൂടുതൽ കേൾക്കുവാനും കാണുവാനും സാധിച്ചത് കുടമാളൂർ സെൻറ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഇടവകക്കാർക്കാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. എല്ലാ മത മേലധ്യക്ഷന്മാരും മാണിയച്ഛൻ്റെ അസാമാന്യ സംഘടനാ വൈഭവം അംഗീകരിക്കുന്നതാണ്. പിന്നീട് അദ്ദേഹം 7 വർഷക്കാലം അതിരമ്പുഴ സെൻറ് മേരീസ് ഫൊറോന ചർച്ച് വികാരിയായും തിരുവനന്തപുരം ലൂർദ് ഫൊറോന പള്ളി വികാരിയായും സേവനം അനുഷ്ഠിച്ചു. അതോടൊപ്പം തന്നെ ബഹുമുഖ പ്രതിഭയായ മാണിയച്ഛൻ ദീപിക പത്രം മാനേജിംഗ് ഡയറക്ടർ, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ, ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു. വളരെ ഭാരിച്ച മറ്റ് ഉത്തരവാദിത്തങ്ങൾക്ക് ഇടയിലാണ് മാണിയച്ഛൻ ദീപികയുടെ മാനേജിംഗ് ഡയറക്ടറായി ചുമതല ഏറ്റത്. അവിടെയും അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 2019 മാണിയച്ഛൻ കുടമാളൂർ ഫൊറോന വികാരിയായി എത്തി. മാണിയച്ഛൻ ഇവിടെ വികാരിയായി വന്നതിന് ശേഷമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഏക മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയമായി ഈ ഇടവക മാറിയത്. അന്നു മുതൽ ഇന്നുവരെ ബഹുമാനപ്പെട്ട മാണിയച്ഛൻ പ്രഥമ ആർച്ച് പ്രീസ്റ്റായി തുടർന്നു വരികയും ചെയ്യുന്നു. മാണിയച്ഛൻ്റെ ഈ കാലഘട്ടത്തിൽ ഇടവകയ്ക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും പുരോഗതിയും മതസൗഹാർദ്ദതയും നേടിയെടുക്കുവാൻ സാധിച്ചു. മാണിയച്ഛൻ എന്ന നാമധേയം എല്ലാ കുടമാളൂർ ഇടവകക്കാരുടെയും ഹൃദയത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർത്തിരിക്കുകയാണ്. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ചുറച്ചു നിൽക്കുവാനും സമാധാനത്തിൻ്റെ വചനപ്രഘോഷണങ്ങൾ പാദരക്ഷകളായി ധരിപ്പിക്കുവാനും ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കണ്ണുകളെ കെടുത്തുന്നതിനും വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവാനും രക്ഷയുടെ പടത്തൊപ്പി അണിയുവാനും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുവാനും നീതിയുടെ വസ്ത്രം ധരിക്കുവാനും അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കുവാനും ആളുകളെ പഠിപ്പിച്ച ആത്മീയ ഗുരുവാണ് റവറൻഡ് ഡോക്ടർ മാണി പുതിയിടം. കൂടാതെ പ്രേഷിത തീഷ്ണയോടെ അഗ്നി ജ്വലിപ്പിച്ച കാന്തദർശി, യുവജന പ്രേഷിത രംഗത്തെ ദീക്ഷണശാലി, വൈദിക ജീവിതത്തെ ആവേശത്തോടെ സ്നേഹിക്കാൻ അനേകായിരങ്ങളെ പ്രേരിപ്പിച്ച സെമിനാരി പരിശീലകൻ, കുടുംബങ്ങളുടെ ഹൃദയമിടിപ്പുകൾ തൊട്ടറിഞ്ഞ നല്ല അജപാലകൻ, നേതൃപാടവത്തിൻ്റെ ഉത്തമ ഉദാഹരണം. അങ്ങനെ സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ആർച്ച് പ്രീസ്റ്റ് റവറൻഡ് ഡോക്ടർ മാണി പുതിയിടം എന്ന നമ്മുടെ പ്രിയപ്പെട്ട മാണിയച്ഛൻ. കുടമാളൂർ സെൻറ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിലെ ഇടവക അംഗങ്ങൾ 1000 ചെമ്പനീർപ്പൂക്കൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മാണിയച്ഛന് യാത്രാമംഗളങ്ങൾ നേരുന്നു. കുടമാളൂർ സെൻറ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിലെ 900 വർഷ ജൂബിലി ആഘോഷങ്ങളുടെയും പ്രഥമ ആർച്ച് പ്രീസ്റ്റായ റവറൻഡ് ഡോക്ടർ മാണി പുതിയിടം അച്ഛൻ്റെയും യാത്രയയപ്പിൻ്റെയും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചത്.
വീണ്ടും മനോഹരമായ മറ്റൊരു ദിവ്യദർശനം പ്രോഗ്രാമായി കാണും വരെ എൻ്റെ മീഡിയ ടീമിനും പ്രിയപ്പെട്ട ക്യാമറാമാൻ റിജോയ് പറവറിനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.